Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന യൂണിറ്റ് ഹാംലെറ്റ് എന്നുള്ളതാണ്. ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാജഡി ഹാംലെറ്റ്. അപ്പോൾ ഈ ഹാംലെറ്റിലെ വളരെ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഹാംലെറ്റ് ഹാസ് എ ട്രാജഡി എന്നുള്ള നിലയ്ക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ആൻസർ എസ് എ ക്വസ്റ്റ്യൻ കേട്ടോ. അതുപോലെ തന്നെ ഹാംലെറ്റിലെ സോളിലോക്കീസ്, അതായത് ആത്മകഥകൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹാംലെറ്റ് ആസ് എ ട്രാജഡി എന്നുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ഹാംലെറ്റ് ആസ് എ റിവെഞ്ച് പ്ലേ. പ്രതികാര നാടകം, റിവെഞ്ച്. കൺസിഡർ ഹാംലെറ്റ് ആസ് എ റിവെഞ്ച് പ്ലേ. ഒരു പ്രതികാര നാടകം എന്ന നിലയ്ക്ക് ഹാംലെറ്റിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹാംലെറ്റ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് ആസ് എ റിവെഞ്ച് ട്രാജഡി. പരക്കെ വ്യാപകമായിട്ട് ഹാംലെറ്റിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ടാണ്, ഒരു പ്രതികാര ദുരന്ത നാടകമായിട്ട്. അതായത് എ പ്ലേ സെൻറ്റേർഡ് അറൗണ്ട് എ ക്യാരക്ടേഴ്സ് ക്വസ്റ്റ് ഫോർ വെഞ്ചിയൻസ്. അതായത് ഈ നാടകം സെൻറ്റർ ചെയ്തിരിക്കുന്നത്, ഈ നാടകത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ക്വസ്റ്റ് ഫോർ വെഞ്ചിയൻസ്, അതായത് പ്രതികാരം ചെയ്യാനുള്ള ഒരു കഥാപാത്രത്തിൻ്റെ അന്വേഷണമാണ്. ക്വസ്റ്റ് ഫോർ വെഞ്ചിയൻസ്, പ്രതികാരം. നമുക്ക് വേണമെങ്കിൽ പ്രതികാര ദാഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രതികാരം വീട്ടാനുള്ള ഒരു ക്യാരക്ടറിൻ്റെ, അതായത് പ്രിൻസ് ഹാംലെറ്റ്. അതായത് അപ്പോൾ ഇവിടെ ഈ നാടകത്തിൻ്റെ പേര് ഹാംലെറ്റ് എന്നാണ്. ഈ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ ഹാംലെറ്റ് എന്ന് പറയുന്ന പേരിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഡെൻമാർക്കിലെ രാജാവായിട്ടുള്ള കിങ് ഹാംലെറ്റ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള പ്രിൻസ് ഹാംലെറ്റ്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ കൊലപാതകം, അതായത് കിങ് ആയിട്ടുള്ള ഹാംലെറ്റിൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിലെ മർഡറിനോടുള്ള വെഞ്ചിയൻസ്, പ്രതികാരദാഹം, ആ ഒരു പ്രതികാരമാണ് ഈ നാടകത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അതിനെ സെൻറ്റർ ചെയ്തിട്ടാണ് ഈ നാടകം. എങ്ങനെയാണ് ഇവിടെ പ്രതികാരം ഉണ്ടാകുന്നത്? ഡ്രിവൺ ബൈ ദ മർഡർ ഓഫ് എ ലവ്ഡ് വൺ. അതായത് തനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, തൻ്റെ ഒരു ലവ്ഡ് വൺ, താൻ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മരണം, മർഡർ, അതിലുള്ള പ്രതികാരം, ആ പ്രതികാരം കേന്ദ്രമാക്കിയുള്ള ഒരു നാടകം. അപ്പം അതുകൊണ്ട് ഹാംലെറ്റ് ഒരു റിവെഞ്ച് ട്രാജഡിയാണ്. ആൻഡ് ഓഫൺ ഫീച്ചറിങ് എലമെന്റ്സ്. അതുപോലെ തന്നെ സാധാരണ ഇത്തരത്തിലുള്ള റിവെഞ്ച് ട്രാജഡിയിൽ കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് കാണുന്നത്? എലമെന്റ്സ് ലൈക്ക് ഫീച്ചറിങ് എലമെന്റ്സ്, ഇത്തരം നാടകങ്ങളുടെ സവിശേഷതയായിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് ഗോസ്റ്റ്, അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫീൽ മാഡ്നസ്, ഭ്രാന്ത് അഭിനയിക്കുക, അതും ആര് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പ്രിൻസ് ഹാംലെറ്റ്. അതുപോലെ തന്നെ ആൻഡ് എ പ്ലേ വിത്തിൻ എ പ്ലേ. അതുപോലെ അടുത്തതായിട്ട് ഈ നാടകത്തിൻ്റെ ഉള്ളിൽ വരുന്ന എ പ്ലേ വിത്തിൻ എ പ്ലേ, ഒരു പ്ലേക്കുള്ളിൽ വരുന്ന മറ്റൊരു പ്ലേ. ദ പ്ലേ ബിഗിൻസ് വിത്ത് ദ മർഡർ ഓഫ് ഹാംലെറ്റ്സ് ഫാദർ. ഈ നാടകം തുടങ്ങുന്നത് ഹാംലെറ്റിൻ്റെ മരണത്തോടു കൂടിയാണ്. ഏത് ഹാംലെറ്റ്? കിങ് ഹാംലെറ്റ്, അച്ഛനായിട്ടുള്ള ഹാംലെറ്റിന്റെ മരണം കേട്ടോ. മർഡർ ഓഫ് ഹാംലെറ്റ്സ് ഫാദർ. ആ ഹാംലെറ്റ്, പ്രിൻസ് ഹാംലെറ്റ്, രാജകുമാരൻ, അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ഹാംലെറ്റ്, ആ ഹാംലെറ്റിന്റെ മരണത്തിലാണ് എന്ത് ചെയ്യുന്നത്? നാടകം തുടങ്ങുന്നത് കേട്ടോ. ഹാംലെറ്റ്സ് ഫാദർ ആരാണത്? ദ കിങ് ഓഫ് ഡെൻമാർക്ക്. ആരാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്? ബൈ ഹിസ് ബ്രദർ ക്ലോഡിയസ്. അദ്ദേഹത്തിന്റെ ബ്രദറായിട്ടുള്ള
ക്ലോഡിയസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ കൊല്ലുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. ഹു അതിനുശേഷം, അതായത് ഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം, ആര്, ഈ ക്ലോഡിയസ് ദെൻ മാരീസ് ഹാംലെറ്റ്സ് മദർ, ഹാംലെറ്റിന്റെ അമ്മയെ, അതായത് ഡെൻമാർക്കിലെ കിങ് ആയിട്ടുള്ള ഹാംലെറ്റ് ഉണ്ടല്ലോ, ആ ഹാംലെറ്റിന്റെ ഭാര്യ, അതായത് പ്രിൻസ് ഹാംലെറ്റ് ഉണ്ടല്ലോ, ഹാംലെറ്റിന്റെ അമ്മയെ ക്ലോഡിയസ് വിവാഹം കഴിക്കുകയും ആൻഡ് ബിക്കംസ് കിങ്, രാജാവാവുകയും ചെയ്യുന്നു. ഇതാണ് നാടകത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അപ്പൊ നാടകത്തിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻമാർക്കിലെ കിങ് ആയിട്ടുള്ള ഹാംലെറ്റ് കൊല്ലപ്പെടുന്നു. അതിനുശേഷം അവിടെ അരങ്ങേറുന്ന കാര്യങ്ങൾ, രാജാവിൻ്റെ ബ്രദറായിട്ടുള്ള ക്ലോഡിയസ്, ആ ക്ലോഡിയസ് രാജ്ഞിയെ വിവാഹം കഴിക്കുന്നു. മരണപ്പെട്ടു പോയ ഹാംലെറ്റിന്റെ ഭാര്യ, അതായത് പ്രിൻസ് ഹാംലെറ്റിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കാരണം അച്ഛൻ മരണപ്പെട്ട് അധികം വൈകാതെ അമ്മയുടെ വിവാഹം, അച്ഛനെ കൊല ചെയ്തത് ആരാണ്, ഈ ക്ലോഡിയസ് ആണെന്ന് പ്രിൻസ് ഹാംലെറ്റ് അറിയുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദ ഗോസ്റ്റ് ഓഫ് ദി മർഡേർഡ് കിങ് അപ്പിയേഴ്സ്, കൊല ചെയ്യപ്പെട്ട ഹാംലെറ്റ് ഉണ്ടല്ലോ അച്ഛൻ, ഈ അച്ഛന്റെ പ്രേതം എന്ത് ചെയ്യുന്നു, അപ്പിയേഴ്സ് ബിഫോർ പ്രിൻസ് ഹാംലെറ്റ്, മകനായിട്ടുള്ള ഹാംലെറ്റിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആൻഡ് സജസ്റ്റ് ഹിം ടു ടേക്ക് റിവെഞ്ച് അപ്പോൺ ദി മർഡറർ, തന്നെ കൊന്നത്, അതായത് തൻ്റെ ബ്രദറായിട്ടുള്ള ക്ലോഡിയസ് ആണ് തന്നെ കൊന്നതെന്ന് അച്ഛൻ പറയുന്നു, അച്ഛൻ്റെ പ്രേതം. അതുമാത്രമല്ല സജസ്റ്റ് ഹിം, ഇദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നു. ആരോട്, പ്രിൻസ് ഹാംലെറ്റിനോട് അച്ഛൻ്റെ പ്രേതം സജസ്റ്റ് ചെയ്യാണ് ടു ടേക്ക് റിവെഞ്ച് അപ്പോൺ ദ മർഡറർ, തൻ്റെ കൊലപാതകിയോട് പ്രതികാരം ചെയ്യണം എന്ന് മകനോട് അച്ഛൻ്റെ പ്രേതം നിർദ്ദേശിക്കുകയാണ്. ഇത് കേട്ടതും ഏതൊരു മകനാണെങ്കിലും ശരി എന്താ ചെയ്യുക, അതേപോലെ തന്നെയാണ് ഹാംലെറ്റ്. ഇത് കേട്ടതും ഹാംലെറ്റ്, മകനായിട്ടുള്ള ഹാംലെറ്റ് ഡ്രിവൺ ബൈ ഗോഡ്സ് കമാൻഡ്, ഗോസ്റ്റ് അതായത് തൻ്റെ അച്ഛൻ്റെ പ്രേതത്തിൻ്റെ കമാൻഡ്, ആജ്ഞ അനുസരിച്ചിട്ട് എന്താണോ പറഞ്ഞത് അത് കേട്ട് അതനുസരിച്ച് ബിക്കംസ് ആൻ അവഞ്ചർ, ഒരു പ്രതികാരിയായിട്ട് മാറുന്നു, പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു അവഞ്ചറായിട്ട് ഹാംലെറ്റ്, മകനായ ഹാംലെറ്റ് മാറുകയാണ്. ശേഷമുള്ള ഹിസ് ആക്ഷൻസ് ആൻഡ് ഇന്റേണൽ സ്ട്രഗിൾസ് ആർ സെന്റേഡ്, ശേഷം വരുന്ന അവൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ഇന്റേണൽ സ്ട്രഗിൾസ്, അവൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ആർ സെന്റേഡ് അറൗണ്ട് ഹിസ് ഡിസയർ ഫോർ റിവെഞ്ച്, എല്ലാം പ്രതികാരം ചെയ്യണം എന്ന അവൻ്റെ ആഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ്. പിന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ആക്ഷൻസ്, അതുപോലെ തന്നെ അവൻ്റെ എല്ലാം ആക്ഷൻസ്, ഇന്റേണൽ സ്ട്രഗിൾസ്, അവൻ്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അവൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റുകളും അവൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളുമെല്ലാം സെന്റേഡ് അറൗണ്ട് ഹിസ് ഡിസയർ ഫോർ റിവെഞ്ച്, പ്രതികാരം ചെയ്യാനുള്ള അവൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഡിസയർ, ആ ആഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദോ ഹാംലെറ്റ് ഡിറ്റർമൈൻസ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ക്ലോഡിയസ്, തൻ്റെ അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം ചെയ്ത ക്ലോഡിയസിനോട് പ്രതികാരം വീട്ടാൻ ഹാംലെറ്റ് തീരുമാനിച്ചുവെങ്കിലും ഹിസ് കണ്ടംപ്ലേറ്റീവ് ആൻഡ് തോട്ട്ഫുൾ നേച്ചർ, അവൻ്റെ ചിന്തിക്കുന്ന, കണ്ടംപ്ലേറ്റീവ് ദീർഘമായിട്ട് ആലോചിക്കുന്ന അവൻ്റെ പ്രകൃതം, അവൻ്റെ സ്വഭാവം, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്ക് ഹാംലെറ്റിന്. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഹാംലെറ്റ് ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യനാണ്. അവൻ്റെ ആ ഒരു തോട്ട്ഫുൾ ആൻഡ് കണ്ടംപ്ലേറ്റീവ് നേച്ചർ ബ്ലോക്സ് ഹിം ഫ്രം ടേക്കിംഗ് റിവെഞ്ച് ഓൺ ക്ലോഡിയസ്, ക്ലോഡിയസിനോട് പ്രതികാരം വീട്ടുന്നതിൽ നിന്നും അവനെ ബ്ലോക്ക് ചെയ്യാണ്, തടയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട് ക്ലോഡിയസിനെ. പക്ഷെ ആ സമയത്ത് ക്ലോഡിയസ് പ്രാർത്ഥനയിലാണ്.
അവൻ കരുതാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അല്ലേ, ആ മനുഷ്യനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവുമല്ലോ അല്ലേ, ആ സമയത്ത് അവന് പിന്തിരിയാണ്. അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചിന്തകൾ മാത്രമല്ല ഈ ഒരു അവൻ്റെ സ്വഭാവത്തെ എന്താന്ന് വെച്ചാൽ ഇത് അവൻ തന്നെ ഇത്തരത്തിൽ പ്രതികാരത്തെ വൈകിപ്പിക്കുന്നതിന് അവൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ ചീത്ത പറയുന്നുണ്ട് സോളിലോക്കിയിൽ. ഇനി ദ പ്ലേ ഈസ് സ്ട്രക്ചേർഡ്, ഈ നാടകം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിത്ത് ഡ്രമാറ്റിക് ഫേസസ് ലൈക്ക്, ഇതിലൊരുപാട് നാടകീയമായിട്ടുള്ള തലങ്ങളുണ്ട് ഈ നാടകത്തിൽ. ഇതിലൊരുപാട് ഡ്രമാറ്റിക് ഫേസസ് ഉണ്ട്, നാടകീയ മുഖങ്ങൾ. മീൻസ് FACES അതല്ല PHEASES കേട്ടോ. ഫേസ് ഒരുപാട് ഘട്ടങ്ങൾ, അതന്നെയാണ് മുഖം എന്ന് പറഞ്ഞാൽ പല തലങ്ങൾ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അല്ലാതെ നമ്മളുടെ ഈ മുഖമല്ല, കാണുന്ന ഫേസ് അല്ല. ഫേസസ് ലൈക്ക് എക്സ്പോസിഷൻ. ഇതിൽ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആ പ്രേതം വരുന്ന രംഗമാണ്, ഗോസ്റ്റ് വരുന്നത്, എക്സ്പോസിഷൻ. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ, ക്രൈസിസ്, ക്ലൈമാക്സ് ആൻഡ് ഫോളിങ് ആക്ഷൻ. സാധാരണ ഒരു നാടകത്തിൽ, ഒരു ട്രാജഡിയിൽ വരുന്ന, ഒരു ദുരന്ത നാടകത്തിൽ വരുന്ന ഡ്രമാറ്റിക് ഫേസസ്, ആ ഘട്ടങ്ങളെല്ലാം നമ്മളുടെ ഹാംലെറ്റിലും ഷേക്സ്പിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ പ്ലേ മൂവ്സ് ടു ദ ഫേസ് ഓഫ് കോംപ്ലിക്കേഷൻ. അപ്പം ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എക്സ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു തന്നു. അതായത് ഗോസ്റ്റിനെ മീറ്റ് ചെയ്യുന്നത്. ഇനി ദ പ്ലേ മൂവ്സ് ടു ദ ഫേസ് ഓഫ് കോംപ്ലിക്കേഷൻ. പിന്നെ ഈ നാടകം നേരെ കോംപ്ലിക്കേഷൻ്റെ തലത്തിലോട്ട് കടക്കുകയാണ്. നാടകം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയാണ്. എപ്പോ? വെൻ ഹാംലെറ്റ് അപ്പിയേഴ്സ് ആസ് എ മാഡ് മാൻ. ഹാംലെറ്റ് ഒരു ഭ്രാന്തനായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒരു മാഡ് മാൻ ആയിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നാടകം കൂടുതൽ സങ്കീർണമായിട്ട് മാറുന്നു. ദ ക്രൈസിസ് ആൻഡ് ക്ലൈമാക്സ് ഫേസ്. ക്രൈസിസിൻ്റെയും ക്ലൈമാക്സിൻ്റെയും ഘട്ടം വരുന്നത് ഓഫ് ദ പ്ലേ ഒക്കേഴ്സ് എപ്പോഴാ? വെൻ ദ ഫെൻസിങ് മാച്ച് ഈസ് ഹെൽഡ്. വാൾപ്പയറ്റ് മത്സരം നടക്കുന്ന സമയത്താണ്. ഫെൻസിങ് മാച്ച്, വാൾപ്പയറ്റ് ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഹാംലെറ്റും അതുപോലെ തന്നെ ലോട്ടിസും. ഹാംലെറ്റ് ലോട്ടിസ് എന്നാണ് വായിക്കുക കേട്ടോ, ലോട്ടിസ്. ദ ഫോളിങ്. അപ്പോൾ ഈ ഒരു ഹാംലെറ്റും ലോട്ടിസ്, ഏത് ഹാംലെറ്റാ? പ്രിൻസ് ഹാംലെറ്റും ലോട്ടിസ്. ആരാ ലോട്ടിസ്? ലോട്ടിസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഡിയസിന്റെ മകനാണ്. അദ്ദേഹം ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നിന്നും, അതായത് പ്രിൻസ് ഹാംലെറ്റിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. ഹാംലെറ്റിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛനോട് അല്ലെ, തൻ്റെ അച്ഛനെ എന്ത് ചെയ്യാണ്? മർഡർ ചെയ്ത്, കൊല ചെയ്തതിലുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. ആര്? അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ലോട്ടിസും ഹാംലെറ്റും തമ്മിലുള്ള ഫെൻസിങ്. പക്ഷെ അവിടെ നിർഭാഗ്യവശാൽ എന്തോ അവിടെ ലോട്ടിസ് കൊല്ലപ്പെടുകയാണ്. തൻ്റെ വാളിൽ നിന്ന് തന്നെ ശരീരത്തിൽ വാള് തട്ടിയിട്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാളിൽ ക്ലോഡിയസ് എന്ത് ചെയ്തിരുന്നു? വിഷം തീണ്ടിയിരുന്നു. അതാർക്കറിയില്ല, ലോട്ടിസിന് അറിയില്ല. അങ്ങനെ ആ വാള് സ്വന്തം ദേഹത്ത് മുറിവേറ്റ് അങ്ങനെ മരണപ്പെടുകയാണ് ആര്? ലോട്ടിസ്. ഇനി ദ ഫോളിങ് ആക്ഷൻ ഓഫ് ദ പ്ലേ ഒക്കേഴ്സ്. ഈ നാടകത്തിലെ ഫോളിങ് ആക്ഷൻ എവിടെയാണ്? ഇവിടെ ഫോളിങ് വരുന്നത് ഒക്കേഴ്സ് ബൈ ദ ഡെത്ത് ഓഫ് ഹാംലെറ്റ്, ദ ടൈറ്റിൽ ക്യാരക്ടർ. ഇതിലെ ടൈറ്റിൽ ക്യാരക്ടർ ആയിട്ടുള്ള, ഇതിലെ ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ആരാ? പ്രിൻസ് ഹാംലെറ്റ് ആണ്. ആ പ്രിൻസ് ഹാംലെറ്റിന്റെ മരണത്തോടു കൂടി നാടകം ഫോളിങ് ആക്ഷനിലേക്ക് വരികയാണ്. ദ പ്ലേ കൾമിനേറ്റ്സ് ഇൻ എ ട്രാജിക് ഔട്ട്കം. അതായത് ഈ ഒരു ദുരന്തം പര്യവസാനിക്കുന്ന, ഈ നാടകം കൾമിനേറ്റ് ചെയ്യുന്നത് ദുരന്തത്തിലാണ്. കാരണം ഇതൊരു ട്രാജിക് പ്ലേ ആണ്, ഒരു റിവെഞ്ച് ട്രാജഡിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു മൊത്തം റിസൾട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ദുരന്തമാണ്. എന്ത് ദുരന്തമാണ്? വിത്ത് ദ ഡെത്ത് ഓഫ് മെനി ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഹാംലെറ്റ് ഹിംസെൽഫ്. ഹാംലെറ്റ് അടക്കം എല്ലാവരും, ഹാംലെറ്റ്
അതുപോലെ തന്നെ ലോട്ടിസ്, ക്ലോഡിയസ്, ഗെട്രൂഡ്, അതായത് ഹാംലെറ്റിന്റെ അമ്മയായിട്ടുള്ള ഗെട്രൂഡ്, ഇങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ പ്രിൻസ് ഹാംലെറ്റ് വിവാഹം കഴിക്കാനുള്ള ഒരു കഥാപാത്രമുണ്ട്. അതുപോലെ അവളുടെ അച്ഛൻ, അല്ലേ? അതായത് കാരണം അവളുടെ അച്ഛനും അതുപോലെ തന്നെ അവളും കേട്ടോ, ഇവരെല്ലാം എന്ത് ചെയ്യാണ്, പിന്നെ കൊല ചെയ്യപ്പെടുകയാണ്. Then including Hamlet himself as a result of the pursuit of revenge. എന്തുകൊണ്ട്? പ്രതികാരം പിന്തുടർന്നിട്ട്, പ്രതികാരദാഹം, pursuit of revenge, as a result of pursuit of revenge, അല്ലെ? പ്രതികാരത്തിന്റെ ഫലമായിട്ടാണ് എല്ലാവരും കൊല്ലപ്പെടുന്നത്. The play explores the cyclical nature of revenge. അതായത് ഈ നാടകം ഇവിടെ കാണിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത് സൈക്ലിക്കൽ നേച്ചർ ഓഫ് റിവെഞ്ച്, പ്രതികാരത്തിന്റെ സൈക്ലിക്കൽ റിവെഞ്ച് ആണ്. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? സൈക്കിൾ, അല്ലെ? അത് ഒരു പൂർണ്ണതയിലേക്ക് വരും. ഏതുപോലെ? ആസ് ദ ആക്ഷൻസ് ഓഫ് വൺ ക്യാരക്ടർ ലീഡ് ടു ദി സഫറിങ് ആൻഡ് ഡെത്ത് ഓഫ് അതേഴ്സ്. അതായത് ഒരു ക്യാരക്ടറിന്റെ പ്രവൃത്തിയാണ് ലീഡ് ചെയ്തത് ടു ദ സഫറിങ് ആൻഡ് ഡെത്ത് ഓഫ് അതേഴ്സ്, മറ്റു ഒരുപാട് കഥാപാത്രങ്ങൾ അനുഭവിക്കുന്നതിലേക്കും. അതായത് ഏതാണ് ആ ഒരു ക്യാരക്ടർ? ക്ലോഡിയസിന് രാജാവാനുള്ള ആഗ്രഹം, അല്ലെ? ആർത്തി കാരണമായിരിക്കണം ക്ലോഡിയസ് എന്ത് ചെയ്തത്? അതായത് ഡെൻമാർക്കിലെ കിങ് ആയിട്ടുള്ള ഹാംലെറ്റിനെ കൊല ചെയ്തത്. ആ ഒരു ക്ലോഡിയസ് ചെയ്ത ആ ഒരു നീചമായ പ്രവൃത്തിയുടെ സഫറിങ്, ദുരന്ത അനുഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ മറ്റു പല ആളുകളും കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ഇതാണ് എന്ത്? റിവെഞ്ചിന്റെ ഒരു സൈക്ലിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. ഒരാൾ ചെയ്തതിന്റെ ഫലം ഒരുപാട് ആളുകൾ അനുഭവിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹാംലെറ്റ് ഒരു റിവെഞ്ച് പ്ലേ എന്ന നിലയ്ക്ക് നമുക്ക് ഹാംലെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ സോളിലോക്കീസ് ഇൻ ഹാംലെറ്റ്. ഹാംലെറ്റിലെ സോളിലോക്കീസിനെ കുറിച്ച്, ആത്മകഥങ്ങളെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ഹാംലെറ്റിലെ സോളിലോക്കീസ് നോക്കൂ. ആദ്യം നമുക്ക് പറയാം എന്താണ് സോളിലോക്കി. Soliloquy is a dramatic device employed by playwrights to expose the complex inner feelings and thoughts of a character. ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലെ സങ്കീർണമായിട്ടുള്ള ചിന്തകളും ഫീലിങ്സും എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി, തുറന്നു കാണിക്കുന്നതിന് വേണ്ടി പ്ലേറൈറ്റ് നാടകത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ഒരു അലങ്കാരമാണ് എന്ത്? സോളിലോക്കി. ദാറ്റ് ഈസ് ആത്മകഥം. ആത്മകഥം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്ത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, കഥാപാത്രം ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാം, മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു കഥാപാത്രം സംസാരിക്കാം. ഇതിൽ നിന്നും ഓഡിയൻസിന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. Soliloquy is a dramatic device employed by playwrights to expose the complex inner feelings and thoughts of a character through his self speech. സ്വയം സംസാരം ഉണ്ടോ? ആ സംസാരത്തിലൂടെ which the audience can listen to, ഓഡിയൻസിന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നു. But other characters in the play remain unaware of. ഇതിനെക്കുറിച്ച് ആ നാടകത്തിലെ മറ്റു കഥാപാത്രങ്ങൾക്ക് അറിയില്ല. അതായത് ഈ കാര്യം, അതായത് എന്താണോ തൻ്റെ സോളിലോക്കിയിലൂടെ ഹാംലെറ്റ് പറയുന്നത് ഓഡിയൻസിന് മാത്രമേ അറിയൂ. കാരണം ആ പറയുന്ന സമയത്ത് മറ്റു ക്യാരക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവില്ല, സാന്നിധ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അതെന്താണ് വസ്തുത, എന്താണ് കാര്യം എന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആർക്ക് കഴിയില്ല? മറ്റു ക്യാരക്ടേഴ്സിന് കഴിയില്ല. ഇൻ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ there are 7 soliloquies, 7 ആത്മകഥകളുണ്ട്. ആ 7 ആത്മകഥങ്ങളും ബൈ ഹാംലെറ്റ്. ആര് തന്നെയാണ് പറയുന്നത്? ഹാംലെറ്റ് തന്നെയാണ് പറയുന്നത്. 7
വിച്ച് അൺഫോൾഡ്, ആ സോളിലോക്കികൾ തുറന്നു കാണിക്കുന്നു, അൺഫോൾഡ് ചെയ്യുന്നു ദ കോംപ്ലക്സ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആൻഡ് ഇന്റേണൽ ക്രൈസിസ് ഓഫ് ദ ടൈറ്റിൽ ക്യാരക്ടർ. ആരാ ടൈറ്റിൽ ക്യാരക്ടർ? ഹാംലെറ്റ് തന്നെ. ടൈറ്റിൽ ക്യാരക്ടർ ആയിട്ടുള്ള ഹാംലെറ്റിന്റെ കോംപ്ലക്സ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയും ഇന്റേണൽ ക്രൈസിസ്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ക്രൈസിസ്, പ്രതിസന്ധികളും, എന്തെല്ലാം പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകളാണ് ആ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ആരനുഭവിക്കുന്നത്? ഹാംലെറ്റ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ അച്ഛൻ കൊല്ലപ്പെടുകയാണ്. കൃത്യമായിട്ട് അച്ഛനെ കൊല ചെയ്തത് ഇന്ന വ്യക്തിയാണ്, അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ക്ലോഡിസ് ആണെന്ന് അച്ഛൻ്റെ പ്രേതം, ഗോസ്റ്റ് ദേഹത്തോട് പറയാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? മാത്രമല്ല അച്ഛൻ്റെ ഗോസ്റ്റ് പറയാണ് താൻ അതിൽ പ്രതികാരം ചെയ്യണമെന്ന്, അല്ലേ? പ്രതികാരം ചെയ്യാൻ വേണ്ടി ആരിറങ്ങാണ്? ഹാംലെറ്റ്. പക്ഷേ പിന്നെ ഹാംലെറ്റിന് ആ പ്രേതത്തെ സംശയം തോന്നാണ്. പ്രേതം ശരിക്കും തന്നെയാണോ? പ്രേതം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംഘർഷങ്ങൾ, ക്രൈസിസ്, ഇതെല്ലാം ഓഡിയൻസ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ 7 സോളിലോക്കികളിലൂടെയാണ്. ദ ഫസ്റ്റ് സോളിലോക്കി ഹാപ്പൺസ്, ഇതിൽ ഒന്നാമത്തെ സോളിലോക്കി, ആത്മകഥം, ഹാപ്പൺസ് ബിഫോർ ദ ഗോഡ്സ് അപ്പിയറൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹാംലെറ്റ്. ഹാംലെറ്റിന്റെ മുന്നിൽ പ്രേതം വരുന്നതിന് മുൻപാണ് ഒന്നാമത്തെ സോളിലോക്കി. പ്രേതം വരുന്നതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം, അതും അമ്മയുടെ സെക്കൻഡ് മാരേജിന് ശേഷം, ആ സമയത്താണ് ഒന്നാമത്തെ സോളിലോക്കി. അവിടെ നമുക്ക് ഹാംലെറ്റിന്റെ സങ്കടം ശരിക്കും കാണാം. കാരണം അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള അമ്മയുടെ വിവാഹം, അല്ലേ? അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല. അപ്പൊ ഇവിടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ കേട്ട ഒരു കോട്ടിങ്, ഫേമസ് ആയ ഒരു കോട്ടിങ് ഉണ്ടാവും. എന്ത്? ഫ്രയൽറ്റി ദൈ നെയിം ഈസ് വുമൺ, അല്ലേ? നിങ്ങൾ കേട്ടില്ലത്? ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അച്ഛൻ മരിച്ചിട്ട് അധികമാകുന്നതിന് മുൻപ് തന്നെ അമ്മ എന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ ഘാതകൻ അല്ലേ, കൊലപാതകിയെ അമ്മ വിവാഹം കഴിക്കുന്നു. കാരണം ഇത് ഉൾക്കൊള്ളാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? മകനായിട്ടുള്ള ഹാംലെറ്റിന് കഴിയുന്നില്ല. കാരണം ആ സമയത്ത് അവൻ്റെ വിഷമം സോളിലോക്കി ആയിട്ട്, ഇവിടെയാണ് ഒന്നാമത്തെ ആത്മകഥം വരുന്നത്. ദ സെക്കൻഡ് സോളിലോക്കി ടേക്സ് പ്ലേസ് സൂൺ ആഫ്റ്റർ ഗോഡ്സ് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഹിം. അതായത് രണ്ടാമത്തെ സോളിലോക്കി വരുന്നത് അച്ഛൻ്റെ പ്രേതവും അവനും തമ്മിലുള്ള മീറ്റിംഗ് കഴിഞ്ഞ ഉടനെയാണ്. ഇൻ വിച്ച് ദ ഗോസ്റ്റ് അസൈൻസ് ഹിം. ആ ഒരു കണ്ടുമുട്ടലിൽ എന്ത് ചെയ്യുന്നു? ഗോസ്റ്റ്, അച്ഛൻ്റെ പ്രേതം, അസൈൻസ് ഹിം, അവനെ ഏൽപ്പിക്കുന്നു. അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, ജോലി ഏൽപ്പിക്കുക, അസൈൻമെന്റ്, കേട്ടില്ലേ? അസൈൻ ചെയ്യുന്നു, ഒരു ജോലി അവനെ ഏൽപ്പിക്കുകയാണ്. അതായത് റിസ്ക് ഉള്ള ജോലി. ഏതാണ് ആ ജോലി? അസൈൻസ് ഹിം the responsibility of taking revenge upon his father's murderer. തൻ്റെ അച്ഛൻ്റെ കൊലപാതകിയോട് റിവെഞ്ച്, പ്രതികാരം ചെയ്യണം എന്ന ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് അവൻ്റെ രണ്ടാമത്തെ സോളിലോക്കി. ഇനി മൂന്നാമത്തെ സോളിലോക്കി വരുന്നത് ആസ് ഹി ഹാസ് ഡിറ്റർമൈൻഡ് ടു ടേക്ക് റിവെഞ്ച് അപ്പോൺ ക്ലോഡിയസ്. ക്ലോഡിയസിനോട് അവൻ പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഇൻ ദ തേർഡ് സോളിലോക്കി, മൂന്നാമത്തെ സോളിലോക്കി വരുന്നത്. എന്താണത്? ഹാംലെറ്റ് ചാർജസ് ഹിംസെൽഫ് ഫോർ പോസ്റ്റ്പോണിംഗ് ദ ആക്ട് ഓഫ് റിവെഞ്ച്. അതായത് അവൻ റിവെഞ്ച് ചെയ്യാൻ അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവൻ ചിന്തിച്ചിട്ട്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ കണ്ടംപ്ലേറ്റിംഗ്, അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു തിങ്കിങ് നേച്ചർ, അത് അവനെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കൊലപാതകം, പ്രതികാരം അവൻ നീട്ടിവെച്ചു. നാളേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് എന്ത് ചെയ്തു? പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ ആ നീക്കി വെച്ചതിൽ അവനെ തന്നെ കുറ്റപ്പെടുത്താണ്, ചാർജിങ്. അത് അവനെ തന്നെ ആരോപിക്കുന്നതാണ് ഇവിടെ മൂന്നാമത്തെ സോളിലോക്കി വരുന്നത്. The fourth soliloquy in Hamlet is the most philosophical soliloquy in the play. ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോളിലോക്കി ആയിട്ട് പറയുന്ന നാലാമത്തേതാണ്.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഫിലോസഫിക്കലാണത്, തത്വചിന്താപരമായിട്ടുള്ളതാണ്. അത് നമ്മൾ ഒന്നുകൂടി ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ പറയാട്ടോ. ദ ഫിഫ്ത്ത് സോളിലോക്കി ടേക്ക് പ്ലേസ് ജസ്റ്റ് ബിഫോർ ഹാംലെറ്റ്സ് എൻകൗണ്ടർ വിത്ത് ഹിസ് മദർ. ഹാംലെറ്റ് അമ്മയെ കാണാൻ പോകുന്നുണ്ട്. ആ അമ്മയെ കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് അഞ്ചാമത്തെ സോളിലോക്കി വരുന്നത്. ബിഫോർ ഹാംലെറ്റ്സ് എൻകൗണ്ടർ വിത്ത് ഹിസ് മദർ, അമ്മയുമായിട്ടുള്ള എൻകൗണ്ടർ, അമ്മയുമായിട്ടുള്ള മീറ്റിംഗ്, ആ മീറ്റിങ്ങിന് മുൻപാണ് അഞ്ചാമത്തെ സോളിലോക്കി വരുന്നത്. ദ സിക്സ്ത് സോളിലോക്കി ഹാപ്പൻസ് വെൻ ഹി വാസ് ഓൺ ഹിസ് വേ ടു ഗെട്രൂഡ്സ് ചാമ്പർ. ആരാ ഗെട്രൂഡ്? ഗെട്രൂഡ് എന്ന് പറയുന്നത് ഹാംലെറ്റിന്റെ അമ്മയാണ്. അതായത് ഇവരാണ് എന്ത് ചെയ്തത്? അച്ഛന്റെ മരണശേഷം ക്ലോഡിയസിനെ വിവാഹം കഴിച്ചത്. അവരുടെ ചാമ്പറിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ആ നടന്നു പോകുന്ന സമയത്താണ് ആറാമത്തെ സോളിലോക്കി. എന്താണ് ആ സോളിലോക്കി? ഹിയർ ദ ഗോസ്റ്റ് ഇൻ ഹാംലെറ്റ്സ് ഓൺ കോൺഷ്യൻസ്. അതായത് ഇവിടെ ഗോസ്റ്റ്, പ്രേതം, അച്ഛന്റെ പ്രേതം. ഇവിടെ പ്രേതം അച്ഛന്റെ പ്രേതമല്ല, ഇവിടെ പ്രേതം അവന്റെ തന്നെ മനസ്സാക്ഷിയാണ്. കേട്ടോ, ഹിയർ ദ ഗോസ്റ്റ് ഇൻ ഹാംലെറ്റ്സ് ഓൺ കോൺഷ്യൻസ്. അവന്റെ തന്നെ തോന്നൽ, അവന്റെ ചിന്തയിലുള്ള പ്രേതം, അത് അവന്റെ ഉള്ളിൽ തന്നെയാണ്. ടു സ്കോൾഡ് ആൻഡ് അക്യൂസ് ഹിം ഫോർ ദ ഡിലേ ഓഫ് എക്സിക്യൂഷൻ ഓഫ് റിവെഞ്ച്. പ്രതികാരം നടത്താൻ വൈകിയതിന്, ആ ഒരു റിവെഞ്ച് എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിൽ വരുത്താൻ താമസിച്ചതിന് പ്രേതം, ഗോസ്റ്റ് അവനെ ചീത്ത പറയുന്നു. സ്കോൾഡ് ആൻഡ് അക്യൂസ്, അവനെ കുറ്റപ്പെടുത്തുന്നു. കാരണം ഇത്രയും സമയം വിട്ടുകൊടുത്തു, ഇത്രയും ദിവസങ്ങൾ അവൻ വിട്ടുകൊടുത്തു, അതിന് അവനെ ഗോസ്റ്റ് അക്യൂസ് ചെയ്യുന്നു. ഇനി ദ സെവൻത്ത് സോളിലോക്കി, ഏഴാമത്തേത്. സെവൻത്ത് സോളിലോക്കി ഹാപ്പൺസ്, ഏഴാമത്തെ സോളിലോക്കി വരുന്നത് when he prepares to confront his uncle and the other characters in the play. ഈ നാടകത്തിലെ മറ്റു കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ അവൻ്റെ അങ്കിളിനെയും ക്ലോഡിയസിനെയും കൺഫ്രോണ്ട്, മീറ്റ് ചെയ്യാൻ അവൻ പോകുമ്പോഴാണ് ഏഴാമത്തെ സോളിലോക്കി. ഇതാണ് 7 സോളിലോക്കികൾ. ഇനി among these soliloquies the fourth soliloquy is the most renowned. ഇതിൽ ഏറ്റവും മോസ്റ്റ് റിനൗണ്ട് മീൻസ് ഫേമസ്, ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്, ഫേമസ് ആയിരിക്കുന്നത് നാലാമത്തെ സോളിലോക്കിയാണ്. ദെൻ വൈ? ആസ് ഇറ്റ് ഈസ് എ ഹൈലി ഫിലോസഫിക്കൽ ആൻഡ് കണ്ടംപ്ലേറ്റീവ് വൺ. ആ ഒരു ഫിലോസഫി സോളിലോക്കി നാലാമത്തേത് ഹൈലി ഫിലോസഫിക്കലാണ്, വളരെയധികം തത്വചിന്താപരമാണത്. അതുപോലെ തന്നെ കണ്ടംപ്ലേറ്റീവ് വൺ, ചിന്തിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം നാലാമത്തെ സോളിലോക്കിക്കാണ്. ദിസ് സോളിലോക്കി റൈസസ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്. ഈ സോളിലോക്കിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഓൺ ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഈ സോളിലോക്കി ഉയർത്തുന്നുണ്ട്. വിച്ച് ഡീൽ വിത്ത് ഇഷ്യൂസ് ലൈക്ക് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ജീവിതം, മരണം, അല്ലേ? അതായത് ഇവിടെ ഈ സോളിലോക്കിയിലാണ് അദ്ദേഹം എന്തു പറയുന്നത്? ടു ബി ഓർ നോട്ട് ടു ബി, ടു ബി ഓർ നോട്ട് ടു ബി. ഒന്നുകിൽ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കാം, അല്ലെ, ജീവിതത്തിൽ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ വിധിയോട് ഫൈറ്റ് ചെയ്യാം, വിധിയോട് ഫൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മരിക്കാം എന്നുള്ളത്. കാരണം ഇത് പറയുന്നത്, അതായത് നാലാമത്തെ സോളിലോക്കിയിലാണ് ഇത് പറയുന്നത്. ദിസ് സോളിലോക്കി റൈസസ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഓൺ ഹ്യൂമൻ എക്സിസ്റ്റൻസ് which deal with issues like life and death. The most disturbing dilemma of Hamlet. ഹാംലെറ്റിനെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഡിലേമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത സാഹചര്യം, എന്താ ചെയ്യേണ്ടത്. നമ്മളെ മുൻപിൽ പല ഓപ്ഷൻസ് വരുമ്പോൾ, ഏതുപോലെ ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ, അതാണ് പിന്നെ ഹാംലെറ്റിന്റെ പ്രധാന പ്രശ്നം. ഡിലേമ, സൂയിസൈഡ് ഓർ ലിവ്. താൻ ജീവിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ? കണ്ടോ? ദ മോസ്റ്റ് ഡിസ്റ്റർബിംഗ് ഡിലേമ ഓഫ് ഹാംലെറ്റ് ഈസ്
എക്സ്പ്രസ്ഡ് ഇൻ ദി സോളിലോക്കി, ഈ സോളിലോക്കിയിലാണ്. വിച്ച് ഫോർഗ്രൗണ്ട്സ്, ഈ സോളിലോക്കി എന്ത് ചെയ്യുന്നു, ഉയർത്തി കാണിക്കുന്നു. ദ ഡിലേമ വെദർ ടു സൈലന്റ്ലി സഫർ ദി മിസ്ഫോർച്യൂൺ ഓഫ് ലൈഫ് ഓർ ഫൈറ്റ് വിത്ത് ദി ഫിയേഴ്സ്നെസ് ഓഫ് ഫേറ്റ്. അതായത് ഇതാണ് ഡിലേമ. അവൻ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, എല്ലാം സഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോണോ, വെദർ അതായത് ഇങ്ങനെയാണോ വേണ്ടത്, ടു സൈലന്റ്ലി സഫർ ദ മിസ്ഫോർച്യൂൺ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ മിസ്ഫോർച്യൂൺ, ജീവിതത്തിന്റെ ദൗർഭാഗ്യങ്ങൾ അതെല്ലാം സഹിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോണോ, അതല്ല വിധിയുടെ വിളയാട്ടത്തോട് ഫൈറ്റ് ചെയ്യണോ, ഇതിൽ എന്തു വേണം, അതായത് താൻ ജീവിതത്തിലെല്ലാം സഹിച്ച് മുന്നോട്ട് പോവാണോ, അതല്ല താൻ സൂയിസൈഡ് ചെയ്യാം, അതായത് താൻ എന്ത് ചെയ്യുക, പ്രതികാരം ചെയ്തിട്ട് താൻ എന്ത് ചെയ്യുക, ആത്മഹത്യ, എല്ലാവരെയും കൊന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യണം. കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിലേമ. അപ്പൊ ഇതാണ് 7 സോളിലോക്കികൾ. പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാണ്, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ എക്സാം വരെ ഇനി മറ്റു പേപ്പറുകൾ ചെയ്യുന്നില്ല, കാരണം മറ്റു പേപ്പറുകളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ളതിൻ്റെ ക്ലാസ് തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുക, അതുപോലെ തന്നെ പഠിക്കാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.